വേറെ ലോകത്ത് ഇരിക്കണ പോലെ തോന്നി. ഇവിടെ ആദ്യമായിട്ടാണ് അങ്ങനത്തെ പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനും ആദ്യമായിട്ടാണ് ഒന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ ഭക്തജന തിരക്ക് ഒരുപാടുണ്ട്. സിനിമ തിയേറ്ററിൽ സിനിമ കഴിഞ്ഞ് വരുന്ന പോലെ പോകുന്ന പോലെയാണ്. ആ ഒരു പോസിറ്റീവ് എനർജി ഇവിടെ നിന്നാണ് വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ഇവിടേക്ക് ഈ പ്രോഗ്രാമിന് വന്നതാണ്. ഇത് എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്? വേറെ യൂട്യൂബിലുണ്ട് അല്ലേ ഇവരുടെ ചാനലിൻ്റെ പേരെന്താണ്? LMRK. LMRK. സ്വാമിയുടെ പേരെന്താണ്? രഞ്ജിത്ത്. ഒത്തിരി മുരുകനെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഒരനുഭവത്തോടെ പറയുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ എന്തൊക്കെ സംസാരിച്ച് മനസ്സിന് സന്തോഷം തോന്നുന്നത്. ഞാനും പോയി കാണട്ടെ ഒന്ന്. എന്തായാലും നല്ല ഒരു അഭിപ്രായം പറഞ്ഞതിന് മുരുകസിൻ്റെ ഇവരൊക്കെ കണ്ടിട്ട് വരികയാണ്. സിനിമ തിയേറ്ററിൽ സിനിമ കഴിഞ്ഞ് വരണ വരെയാണ് ആൾക്കാർ വരുന്നത്. അത്രയ്ക്കും അവിടെ 1 മണിക്കൂർ ഇരുന്നപ്പോൾ അവരെ മനസ്സിൽ കിട്ടിയ സന്തോഷം ഒരുപാടാണെന്ന് പറയുന്നത് എല്ലാവരും. നമുക്ക് ഇനി ഒരാളോടും ചോദിക്കാം. എന്താണ് അവിടെ പോയി കണ്ടപ്പോൾ പറയാണ്ട് വലുത്? എന്തെങ്കിലും പറയോ ചേച്ചി? എന്തെങ്കിലും പറയാൻ അവിടെ ആദ്യമായിട്ട് വരികയാണോ? എവിടെ നിന്നാണ് ചേച്ചി വരുന്നത്? തിരുവനന്തപുരം. ഇതാരെങ്കിലും പറഞ്ഞറിഞ്ഞിട്ട് എന്താണോ അവിടെ പോയിപ്പോൾ എന്താണ് നമ്മുടെ മനസ്സിന് തോന്നി? സന്തോഷമാണ്. ഭഗവാനിലേക്ക് ചേർന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണല്ലോ. അത് ഗുരുവായൂർ അമ്പലനടക്കിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. ഗുരുവായൂർ അമ്പലനടക്കിൽ വെച്ചിട്ട് അമ്പലമാണല്ലോ ഇവിടെ ഉള്ളത്. കൃഷ്ണൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ശരി, ഇന്ന് വന്നതാണോ? ഇനി ഗുരുവായൂർ തൊഴുതിട്ട് ഒന്ന് പോവാം. മുരുകൻ്റെ ഇത് ചരിത്രങ്ങൾ ഇത് കാണാം. അതെല്ലാവരും പറയുന്നുണ്ട്, കണ്ടുവരുന്നവരൊക്കെ പറയുന്നുണ്ട്. ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, കാണാൻ പറ്റും. ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അതായിരുന്നു ഇതൊക്കെ ആൾക്കാർ മുരുകനെ കണ്ടിട്ട് വരുന്നതാണ്. മുരുകനല്ല, ഒരു പ്രോഗ്രാമ്. മുരുകൻ്റെ ഒരു ഭക്തൻ. മുരുകനെ നേരിട്ട് കാണാനും സംസാരിക്കാനും കഴിയുന്നതാണ് സ്വാമി പറ്റുന്നത്. നമുക്ക് നോക്കാം. എന്തെങ്കിലും പറയുക ചേച്ചി? എവിടുന്ന് വരുന്നത്? ആദ്യമായിട്ട് വരും ഇവിടെ? ചേച്ചി പോയി പങ്കെടുത്തുവോ? എന്താ തോന്നിയത് മനസ്സിൽ? എന്താ അവിടെ പറയണതെല്ലാം വിശ്വാസം മനസ്സിൽ? എത്ര മണിക്കൂറുണ്ടായി? അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ കണ്ടപ്പോഴും ഒരു സിനിമ തിയേറ്ററിൽ സിനിമ കണ്ടിറങ്ങി വരുന്ന മാതിരിയാണ് ആൾക്കാർ സന്തോഷത്തോടെ വരുന്നത്. എന്തായാലും ഇല്ലേലും പങ്കെടുത്തിട്ടില്ല. ചേട്ടൻ്റെ വീട് എവിടെയാ? എന്താണ് അഭിപ്രായം പറയൂ. എന്താണ് പേര് പറഞ്ഞത്? LMRK. അത് യൂട്യൂബിൽ അടിച്ചപ്പോൾ ഞാൻ കണ്ടിരുന്നു. അവരെന്താ നമ്മളെടുത്ത് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? 1 മണിക്കൂറാണോ പ്രോഗ്രാം? 2 മണിക്കൂർ. നിങ്ങൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? വരാറുണ്ടോ? ആദ്യമായിട്ട് വന്നപ്പോൾ എന്ത് തോന്നി മനസ്സിൽ? ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അല്ലേ? നമ്മൾ ഗുരുവായൂർ അമ്പലം നടക്കിൽ തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കൂടുതലാണ്. അതെ, ഞാൻ പളനിക്ക് പോയിട്ടില്ല എനിക്ക്. ശരി, താങ്ക് യു. ഓക്കെ, ബൈ. യൂട്യൂബാ? ഭക്തരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വന്ന ക്യൂ നിൽക്കുന്നുണ്ട്. ഉള്ളിലേക്ക് പോകാനുള്ള ക്യൂ ആണ്. 1 മണിക്കൂർ പ്രോഗ്രാമാണ്. LMRK. ഓരോ ഭക്തർക്കും ഓരോ തരം അനുഭവങ്ങളാണ് പറയാനുള്ളത്. 4-5 ഭക്തർ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. എല്ലാവരോടും നമുക്ക് എന്താണ് ചോദിക്കാനുള്ളത് ചോദിക്കും. ഒന്ന് കാണാം.
ഇതിന് ഓ തട്ടില്ലേ തള്ളല്ലപ്പ തള്ളല്ലപ്പ സമാനമല്ല പണിയാ പോയി ഇങ്ങോട്ട് ഉണ്ട് സ്വാമിനെ കാണാൻ പോലും ആരും വിടുന്നില്ല, അത്ര തിരക്കാണ്.
അച്ഛൻ അത് അല്ലാതെ